സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 ചാർജിങ് മിസ്റ്റേക്സ് ആണ്. നിങ്ങളുടെ ഐഫോൺ ചാർജ് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 5 മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു ഐഫോൺ ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് വീഡിയോയിട്ട് എടുക്കാം. സോ ആദ്യം തന്നെ നമുക്കറിയാം, ഐഫോൺസിൽ നമുക്ക് ബാറ്ററിയുടെ ഏജ് അല്ലെങ്കിൽ ബാറ്ററിയുടെ ഹെൽത്ത് എന്തോരം ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് സെറ്റിങ്സിൽ കയറുക. ബാറ്ററി എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ നമുക്ക് ബാറ്ററിയുടെ ഹെൽത്ത്, അതുപോലെ തന്നെ ബാറ്ററി യൂസേജ്, ഡ്രെയിനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയിരിക്കുന്നത്, ഈ ഒരു കംപ്ലീറ്റ് ഡയഗ്നോസിസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ ബാറ്ററി ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനൊന്ന് ബ്രീഫായിട്ട് ബാറ്ററി ഹെൽത്ത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, അത് ബേസിക്കലി ബാറ്ററിയുടെ ഏജാണ്. സോ ഇനി ബാറ്ററി ഹെൽത്ത് ഡൗൺ ആവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസേജ് ആണ്. അതുപോലെ തന്നെ നാച്ചുറലി ലിഥിയം അയൺ സെൽസ് ഒരു പരിധി കഴിഞ്ഞാൽ അത് ഡാമേജ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഡി ഏജിങ് സംഭവിക്കും. അല്ല, ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഡി ഏജിങ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഓവറായിട്ട് ചാർജ് കുത്തിയിടുക, അതുപോലെ തന്നെ ചാർജ് കുത്തിയിട്ടുകൊണ്ട് തന്നെ ഫോൺ യൂസ് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാറ്ററി ഓവർ ഡ്രെയിൻ ആവുകയാണ്. സോ ഈ ഒരു സമയത്ത് നമ്മൾ ബാറ്ററി ഡി ഏജ് ആവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു ബാറ്ററി ഹെൽത്ത് ആപ്പിൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ബാറ്ററി കൊണ്ടുള്ള ഒരു ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ്. നമുക്കറിയാം, കെമിക്കൽ റിയാക്ഷൻസ് ആണ് ബാറ്ററിയുടെ ഉള്ളിൽ നടക്കുന്നത്. സോ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ബാറ്ററിയുടെ ഭാഗത്ത് ചെയ്തില്ലെങ്കിൽ അത് ഈവൻ കുറേ അധികം ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബാറ്ററി ഹെൽത്ത് മെയിനായിട്ടും ആപ്പിൾ മോണിറ്റർ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ നമുക്കറിയാം, 79% ആകുമ്പോഴാണ് പ്രോപ്പർ ഒരു മെയിൻ്റെനൻസ് ബാറ്ററിക്ക് വേണ്ടത്. അത് നമുക്ക് കറക്റ്റായിട്ട് ആപ്പിൾ നോട്ടിഫിക്കേഷൻ വഴി തരുന്നുണ്ട്. സോ ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു ഐഫോൺ ചാർജ് ചെയ്യുന്ന ടൈമിൽ. സോ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ആപ്പിളിൻ്റെ ഒറിജിനൽ അഡാപ്റ്റർ അതുപോലെ തന്നെ കേബിൾസ് യൂസ് ചെയ്യാതെ തേർഡ് പാർട്ടി കേബിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് മെയിനായിട്ട് നിങ്ങളുടെ ബാറ്ററിക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള ചാൻസാണ്. അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്തും ഭയങ്കര കുറയാനായിട്ടുള്ള ചാൻസും ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിലും, അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് കോപ്പി ചാർജേഴ്സും അതുപോലെ തന്നെ അഡാപ്റ്റേഴ്സും കേബിൾസ് യൂസ് ചെയ്യുന്ന ഇഷ്യൂ ഉണ്ടോയെന്ന്. സോ ഞാൻ എപ്പോഴും അഡാപ്റ്റേഴ്സിൻ്റെ കേസിലോ ആപ്പിളിൻ്റെ ഒറിജിനൽ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. സോ അതായിരിക്കും ഒരു ബെറ്റർ പെർഫോമൻസ് നിങ്ങളുടെ ബാറ്ററിക്കും തരുന്നതും, അതായത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയതും ആ ഒരു ഒറിജിനൽ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇനി കേബിളിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒറിജിനൽ കേബിൾ കിട്ടിയില്ല അല്ലെങ്കിൽ മേടിക്കാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിന് നോക്കി നിങ്ങൾ കേബിൾസ് മേടിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്പൈക്കറിൻ്റെ കേബിളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേബിളാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കേബിൾ യൂസ് ചെയ്തുകൊണ്ട് വരില്ല. പക്ഷേ ഒറിജിനൽ തന്നെ മേടിക്കാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾക്ക് ഒറിജിനൽ ആപ്പിളിൻ്റെ കേബിൾ മേടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു സ്പൈക്കറിൻ്റെ കേബിൾസ് മേടിച്ചെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. സോ മെയിനായിട്ടും നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക. കാരണം ചാർജ് കുത്തിയിടുമ്പോൾ ഒറിജിനൽ അഡാപ്റ്ററിലും അതുപോലെ തന്നെ കേബിൾസിലാണ് കുത്തിയിടുന്നതെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ കുറേ അധികം സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈവൻ ഇപ്പോൾ അഡാപ്റ്റേഴ്സ് ആയാലും കേബിൾസ് ആയാലും. സോ എങ്ങനെ ആപ്പിളിൻ്റെ ഒറിജിനൽ കേബിളാണ് അല്ലെങ്കിൽ അഡാപ്റ്റർ ആണെന്ന് തിരിച്ചറിയുന്നത് വെച്ചാൽ, ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറച്ചധികം എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആപ്പിളിൻ്റെ ഒറിജിനൽ അഡാപ്റ്ററിൽ ഇപ്പോൾ ഞാൻ 20 വാട്ടിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എഴുത്തി കാണാം, വളരെ ഒരു ലൈറ്ററായിട്ടായിരിക്കും ആ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ മൈന്യൂട്ടായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ആ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഫേക്ക് ചാർജേഴ്സിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഇറഗുലർ ആയിട്ടുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഒരു ഫോണ്ടിനൊരു പെർഫെക്ഷൻ ഇല്ലാതെ, അതുപോലെ തന്നെ ഈ ഒരു ആപ്പിളിൻ്റെ ഈ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും അവരുടെ ഫോണ്ട് ഡാർക്കർ ആയിരിക്കും, ഈ ഒരു പാറ്റേൺ ആയിരിക്കില്ല, വളരെയധികം ഡാർക്കായിരിക്കും ഫോൺസും കാര്യങ്ങളൊക്കെ ആ ഒരു ചാർജർ അല്ലെങ്കിൽ അഡാപ്റ്ററിലൊക്കെ വരുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു ചാർജർ കാര്യങ്ങളൊക്കെ മേടിക്കാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് ടിപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒറിജിനൽ ചാർജറിൽ തന്നെ ചാർജ് കുത്തിയിടാൻ ശ്രമിക്കും. ഇനി നിങ്ങൾ ചെയ്യാൻ ചാൻസ് ഉള്ള രണ്ടാമത്തെ മിസ്റ്റേക്കാണ്, ഫോൺ ഒന്നുകിൽ നിങ്ങൾ 0% ആവണ വരെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ 100% ആവണ വരെ ചാർജ് കുത്തിയിട്ടുകൊണ്ടിരിക്കും. ഈ ഒരു രണ്ട് കാര്യം നിങ്ങളുടെ ബാറ്ററിക്ക് ഡ്രെയിൻ അല്ലെങ്കിൽ ഹെൽത്തിന് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂട്ടുന്നൊരു രണ്ട് കാര്യങ്ങളാണ്. സോ നിങ്ങളിപ്പോൾ 0%ലേക്ക് ഡ്രെയിൻ ആവുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ലിഥിയം അയൺ ബാറ്ററീസ് അല്ലെങ്കിൽ പൊതുവെ എല്ലാ ബാറ്ററിക്കും
ഒരു ബാറ്ററി സൈക്കിൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്പോൾ 0% നിന്നാണ് ബേസിക്കലി ബാറ്ററീസ് തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ ബേസിക്കലി ബാറ്ററീസ് 0%, 0 to 100 എന്ന് പറഞ്ഞതാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഈ ബാറ്ററിയുടെ ഒരു ലൈഫ് സ്പാനിലൊരു ഏരിയ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവുമെന്നാണ് അതിൻ്റെ അർത്ഥം. സോ നിങ്ങൾ മാക്സിമം ഒരു 20 വരെയൊക്കെ എത്തുമ്പോഴത്തേക്കും ചാർജ് കുത്തിയിട്ടിട്ട് ഒരു 80% എടുക്കുന്നതായിരിക്കും നല്ലൊരു ബാറ്ററി സൈക്കിൾ എന്ന് പറഞ്ഞാൽ. നിങ്ങളൊരു 100% എത്തിക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ചാർജും കാര്യങ്ങളൊക്കെ കൊടുത്തിടാൻ ശ്രമിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബാറ്ററി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു 20%-ൽ നിങ്ങൾ ചാർജ് കുത്തിയിടുക. ഒരു 80% ആകുമ്പോൾ നിങ്ങൾ ആ ഒരു ചാർജർ ഡിസ്കണക്ട് ചെയ്യുക. സോ ഇതായിരിക്കും ഒരു പെർഫെക്റ്റ് ബാറ്ററി സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇനി ഒരു മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും, ഈവൻ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നൊരു കാര്യമാണ് ഫോൺ ചാർജ് ഇടുമ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഈ ഒരു കാര്യം. ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് എന്താ ഇഷ്യൂ തന്നെയെന്ന് വെച്ചാൽ മെയിനായിട്ടും നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹീറ്റ് ഒബ്വിയസ്ലി ഫോണിൽ വരും. സോ നമ്മൾ ഇനിയും ആ ഒരു ചിപ്സെറ്റിനെ കൊണ്ട് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക, പിന്നെയും ഓവർ ഹീറ്റും കാര്യങ്ങളൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ബാറ്ററിക്ക് എത്രത്തോളം ഹീറ്റ് വരുന്നോ അത്രത്തോളം ബാറ്ററിയുടെ ഏജും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ ചാർജ് കുത്തിക്കൊണ്ട് ഒരു ഹെവി ഗെയിമും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കാര്യം ബാറ്ററിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ iPhone 15 അതുപോലെ 16 ഒരു സ്മാർട്ട് ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഹെവി ടാസ്കും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചാർജ് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഹീറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടു. പേഴ്സണലി ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ ഒരു കാര്യങ്ങൾ കേട്ടു. പക്ഷേ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും ചാർജിലിടുന്ന സമയത്ത് ഫോൺസും കാര്യങ്ങളൊക്കെ ഹെവി ടാസ്കുകൾക്ക് വേണ്ടി ജസ്റ്റ് മെസ്സേജ് ഒന്നും എടുത്ത് നോക്കി ആ ഒരു കാര്യമല്ല. ഹെവി ടാസ്കുകൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുക, അല്ലെങ്കിൽ ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹെവി ഗെയിംസ്, ചിപ്സെറ്റിന് ഹെവി ടാസ്ക് കൊടുക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ബാറ്ററിയുടെ ഏജിങ് അല്ലെങ്കിൽ ഹെൽത്തിനൊക്കെ ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കും. അടുത്തൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല വാമായിട്ട് അല്ലെങ്കിൽ ഹീറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ചാർജ് കുത്തി ഇടുക എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫോണിനെ ഒബ്വിയസ്ലി നമുക്കറിയാം, ആപ്പിളിൻ്റെ കേസ്, ഐഫോൺസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഗ്ലാസ് ബിൽഡ് അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിം കാര്യങ്ങളൊക്കെയാണ്. സോ ഹീറ്റ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ വെച്ചാണ് ഈ ഒരു ഫോൺ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹീറ്റ് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. സോ നിങ്ങൾ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് വച്ചാണ് ചാർജ് ചെയ്തെങ്കിൽ ആ ഒരു ചാർജ് കയറുന്നുള്ള ഹീറ്റ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചറുമായിട്ട് ഉള്ള ഹീറ്റ് പ്രൊഡക്ഷനും കാരണം ഓവർ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ ഫോണിനുണ്ടാവും. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ ബാറ്ററിക്ക് ബ്രെയിൻ ആവാനുള്ള ചാൻസ് വളരെയധികം കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചാർജ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു മോഡറേറ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അത്യാവശ്യം കൂളായിട്ടിരിക്കുന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ ഏറ്റവും നല്ലത്. സോ നിങ്ങൾക്ക് അങ്ങനെയല്ല, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ നിങ്ങൾ ചാർജിലിടാനായിട്ട് ശ്രമിക്കുക. സോ ഇത് നിങ്ങളുടെ ഫോണിൽ വരുന്ന ഓവർ ഹീറ്റിംഗ് കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ ഒരു പരിധി വരെയുള്ള ആ ഒരു ബാറ്ററി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു ഓവർ ഹീറ്റിൽ ചാർജ് കുത്തി ഇടാതിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ പേഴ്സണലി ശ്രദ്ധിക്കുക. അടുത്തായിട്ട് എല്ലാവരും മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓവർ നൈറ്റ് ചാർജിങ്. സോ ഞാൻ പേഴ്സണലി ഓവർ നൈറ്റ് ചാർജ് ചെയ്യുന്ന ഒരാളാണ്. സോ ഓവർ നൈറ്റ് ചാർജ് ചെയ്തു എന്ന് വെച്ച് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺസാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള സ്മാർട്ട്നെസ് ഉണ്ട്. ഈവൻ ചാർജിങ് ആയാലും എല്ലാ കാര്യത്തിലും ഒരു സ്മാർട്ട്നെസ് ഉണ്ട്. സോ ചാർജിങ്ങിൻ്റെ കേസ് പറയുന്നത് നമുക്കറിയാം, എപ്പോൾ നമ്മൾ ചാർജിങ് കംപ്ലീറ്റ് ആവുന്നോ അപ്പോൾ ആ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ചാർജിങ് എന്നുള്ള ആ ഒരു ഫാക്ടർ ഫോൺ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ചെയ്യുന്നുണ്ടാവും. സോ ഓവർ നൈറ്റ് ചാർജ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ബ്ലാസ്റ്റ് ആവും, അങ്ങനെയൊന്നുമില്ല. ഓവർ നൈറ്റ് നിങ്ങൾ ചാർജ് ചെയ്യാം, പക്ഷേ അത് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ പ്രോപ്പർ വേയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനിപ്പോൾ നിങ്ങൾ ഐഫോണാണ് ചാർജ് ചെയ്യാൻ ഇടുന്നതെങ്കിൽ ഐഫോണിൻ്റെ ബാറ്ററിയുടെ സെറ്റിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബാറ്ററി സെറ്റിങ്സ് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി ചാർജിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ അത് നിങ്ങൾ ടേൺ ഓൺ ചെയ്തിട്ട് ഓവർനൈറ്റ് ചാർജ് ഇടാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 80% ആകുമ്പോഴത്തേക്കും ചാർജിങ് സ്റ്റോപ്പ് ആയിക്കോളും. പിന്നെ ഒരു ഓവർനൈറ്റ് അങ്ങ് ചാർജ് ആയിക്കൊണ്ടേ ഇരിക്കില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾ ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു സെറ്റിംഗ് നിങ്ങൾ ഓൺ ആക്കിയിട്ട് ചാർജ് ഇടാൻ ശ്രമിക്കുക. സോ ബേസിക്കലി ഇത്രയും ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ബാക്കപ്പും കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബാറ്ററിയുടെ ആ ഒരു ഹെൽത്ത് കുറയുന്ന ഇഷ്യൂസ് നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. സോ മെയിനായിട്ട് നിങ്ങൾ
ഒഴിവാക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കേണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു അഡാപ്റ്ററിൻ്റെ കേസാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ കുത്തിയിട്ടുകൊണ്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യവും. സോ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോട്ട്. ഗുഡ് ബൈ.